ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 ആണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിനായിട്ട് ഞാൻ വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള പീസാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ബോൺലെസ്സും യൂസ് ചെയ്യാം. ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചേർക്കുന്നത് കസൂരിമേത്തിയാണ്. ഒരു ടീസ്പൂൺ കസൂരിമേത്തി ചേർത്തു. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്തു. ഇനി ചേർക്കുന്നത് അനിയൻ പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചേർക്കുന്നത് 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇതൊക്കെ കൂടി പേസ്റ്റാക്കിയിട്ട് ചേർക്കാം. എപ്പോഴും ഫ്രഷ് ആയിട്ട് ചേർക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്രഷാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ ടോട്ടൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഫസ്റ്റ് ചേർത്തേക്കുന്നത്. ഇനി ഇതിന് കോട്ടിങ്ങിനായിട്ട് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഒരു 3 മുതൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. അതിനുശേഷം കുറച്ചുകൂടി ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് അരിപ്പൊടി ചേർക്കുകയാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിനി കോൺഫ്ലവറോ അരിപ്പൊടിയോ ചേർക്കണോ എന്നുള്ളത്. ചിക്കൻ മുഴുവനായിട്ടും ഇത് കോട്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ചേർക്കുന്നത് വിനേഗറാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനേഗർ ഞാൻ ചേർത്തിട്ടുണ്ട്. വിനേഗറിന് പകരം നമുക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസും ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കുകയാണ്. ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ എഗ്ഗും നമ്മുടെ കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ കൂടിയിട്ട് നല്ല ഒരു തിക്കൊരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ പോലെയായിട്ട് വരും ഇത്. അതുവരെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ കൂടെ ചേർക്കാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളർ നമ്മുടെ ആ ഒരു ചിക്കൻ ഫ്രൈക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ വെക്കുന്നതായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ചൂടുള്ള ഓയിലിട്ടിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ ഡീപ്പ് ഫ്രൈ വേണം ചെയ്യാൻ. അപ്പോഴാണ് ആ കോട്ടിങ് മുഴുവനായിട്ടും ചിക്കൻ്റെ മുകളിൽ തന്നെ ഇരിക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുക. കുറച്ച് ഓയിൽ ഒരുപാട് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ചിക്കൻ ഓയിൽ കുടിക്കാനും അത് ക്രിസ്പി ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബാച്ച് ഇട്ടതിന് ശേഷം അത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ ഒരു മിനിറ്റിന് ശേഷം എന്ത് ചെയ്യുക, ഫ്ലെയിം നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. അപ്പോൾ ആ പുറത്തുള്ള ഭാഗം ക്രിസ്പി ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു 3-4 കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ 65-ൽ ഒരുപാട് കറിവേപ്പില ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. സോ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് ടോട്ടൽ നമ്മൾ 4 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്തിരി വലിയ പീസാണ്, അതുകൊണ്ടാണ് 4 മിനിറ്റ് ചെയ്യുന്നത്. നമ്മുടെ പീസിൻ്റെ സൈസിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ടൈമിങ് മാറ്റം ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് എല്ലാ ബാച്ചസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിന് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് സെയിം ഓയിൽ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ഓയിലിൽ നിന്നും 1-2 ടീസ്പൂൺ ചേർത്തു. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ചേർത്തിട്ടുണ്ട്, നമ്മൾ ചെറിയ ജീരകം. പിന്നെ അതിലേക്ക് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴച്ച് കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെ കളർ ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ്. ഞാനിവിടെ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ മുളകൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി സോസാണ്. ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചില്ലി സോസ് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതിനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാം. ലൈക്ക് നമുക്ക് കെച്ചപ്പ് വേണമെങ്കിൽ കെച്ചപ്പും ചില്ലി സോസും അങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സോയ സോസ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് വേരിയേഷൻസൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വരുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 2-3 സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പമാവുക. അങ്ങനെയാണ് ആ ചിക്കന് നല്ലൊരു കളറും ഇതൊക്കെ കിട്ടുക. ഓക്കെ, ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത്.
ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ മുഴുവനായിട്ടും ആ ഒരു മസാല കോട്ട് ചെയ്യുന്നത് വരെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സ്പാച്ചുല വെച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമ്മളിങ്ങനെ ടോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടുക. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ചിക്കനിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.